NSS ജനറൽ സെക്രട്ടറിക്കെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. NSSൽ ഏകാധിപത്യ പ്രവണത പാടില്ലെന്നും ഏകാധിപതികൾ എവിടെയായാലും തകരുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് ഗണേഷ്. അടുത്തിടെ നടന്ന ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികരണമെങ്കിലും തന്നെ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്താക്കിയതിലുള്ള രോഷം തന്നെയാണ് ഗണേഷ് കുമാർ പ്രകടിപ്പിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അടുത്തിടെ ഉപരാഷ്ട്രപതിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും സുകുമാരൻ നായർക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് പെരുന്ന സ്വയം നവീകരിക്കപ്പെടുമെന്നാണ്. അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞ ഗണേഷ് NSSൽ കുറച്ചുകൂടി സ്നേഹവും മര്യാദയുമാകാമെന്നും ഏകാധിപത്യ പ്രവണത പാടില്ലെന്നും അഭിപ്രായപ്പെട്ടു. വിരട്ടലൊന്നും വേണ്ടെന്ന മുന്നറിയിപ്പും ഗണേഷ് നൽകുന്നുണ്ട്. സുരേഷ് ഗോപിയെ ഒന്നും വിരട്ടേണ്ട കാര്യമില്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, ആ പദവിക്കുള്ള ബഹുമാനം കൊടുക്കണം. NSSന് ഭരണഘടന ഉണ്ടോ എന്നറിയില്ലെന്നും അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ഗണേഷ് പരിഹസിക്കുന്നുണ്ട്. സോഡാ കുപ്പിയിൽ ഗോലിയിട്ടാൽ പിന്നെ കുപ്പി പൊട്ടിച്ചാലേ എടുക്കാൻ പറ്റൂ എന്നതുപോലെയാണ് സുകുമാരൻ നായർ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്നതെന്ന് വിമർശിക്കുന്നുണ്ട് ഗണേഷ്. സതീശൻ സുകുമാരൻ നായർ പോരിൽ സതീശനെ വീണ്ടും പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഗണേഷ് സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. സതീശൻ എന്റെ സുഹൃത്താണ്, അദ്ദേഹം NSSനെ അധിക്ഷേപിച്ചിട്ടില്ല. സതീശൻ NSSനെ അധിക്ഷേപിക്കുന്നതോ മോശമായി പറയുന്നതോ താൻ ഇതുവരെ കേട്ടിട്ടില്ല. വർഷങ്ങളായി തനിക്ക് സതീശനെ അറിയാം എന്നുകൂടി പറയുന്നുണ്ട് ഗണേഷ് കുമാർ. നേരത്തെയും സമാന വിഷയത്തിൽ സതീശനെ പിന്തുണയ്ക്കുന്ന പ്രതികരണമാണ് ഗണേഷ് നടത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. അടുത്തിടെ NSS ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോൾ കാലാവധി പൂർത്തിയായെന്ന പേര് പറഞ്ഞ് ഗണേഷ് കുമാറിനെ ഒഴിവാക്കുകയായിരുന്നു. അതിനു മുൻപ് ഗണേഷ് കുമാർ പ്രസിഡന്റായ NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുകയും ചെയ്തു. ഇതോടെയാണ് ഗണേഷും സുകുമാരൻ നായരും തമ്മിൽ തെറ്റി തുടങ്ങിയത്. ഡയറക്ടർ ബോർഡിൽ നിന്ന് ഗണേഷിനെ പുറത്താക്കിയതിന് പിന്നാലെ ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറഞ്ഞാൽ അവന്റെ അഡ്രസ് കാണില്ലെന്നും അതാണ് ഗണേഷ് തനിക്കെതിരെ പറയാത്തതെന്നുമായിരുന്നു സുകുമാരൻ നായർ പ്രതികരിച്ചത്. എന്തായാലും ഇന്ന് ഗണേഷ് കുമാർ നടത്തിയ പ്രതികരണം കാണാം. അതൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ സുരേഷ് ഗോപി എന്തോ പ്ലാൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞതിനൊരു മറുപടി പറയേണ്ട കാര്യമില്ല. NSSൽ കുറച്ചുകൂടി ഒരു സ്നേഹവും മര്യാദയൊക്കെ ആകാം. ഏകാധിപത്യ പ്രവണത വേണ്ട, ഒരു വിരട്ടൊന്നും വേണ്ട. വിരട്ട് ഈ സുരേഷ് ഗോപി ഒന്നും വിരട്ടേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി ഒരു ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ നമ്മളിപ്പം എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി, പക്ഷേ അങ്ങനെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയായി കാണണം. വൈസ് പ്രസിഡന്റിനോടൊപ്പം ഞാൻ പത്തനാപുരത്ത് വേദി പങ്കിട്ട ആളാണ്. എന്നെ സംബന്ധിച്ച് അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. കാരണം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായിട്ട് അടുത്ത കസേരയിൽ ഇരിക്കാൻ എന്നെ പോലെ സാധാരണക്കാരന് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഡൽഹി നായരോ കൽക്കട്ട നായരോ എന്നൊരു പരാമർശം കൂടി വന്നിരുന്നു. അപ്പം അങ്ങനെ ഒരു നായരുണ്ടോ ഡൽഹിയിൽ? ഇല്ല, അങ്ങനെയില്ല. ഇന്ത്യയിലെ അതായത് NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന അനുസരിച്ച്, ഭരണഘടന ആരെയും കാണിക്കാറില്ല, കോടതി പോലും കൊടുക്കുന്നില്ല, ഒളിച്ചു വെച്ചേക്കുവാന്നാണ് പറയുന്നത്. ഞാൻ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അപ്പം ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യക്ക് കേരളത്തിന് പുറത്തേക്ക് ഇതിനൊരു ജൂറിസ്ഡിക്ഷൻ ഇല്ല. കാരണം കേരളത്തിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന, കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിന് പുറത്തേക്ക് NSSന് കരയോഗങ്ങളില്ല. പക്ഷേ എങ്കിലും നായർ സമുദായ അംഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം അവർ കരയോഗങ്ങൾ രൂപീകരിക്കുകയും വർഷങ്ങളായി നല്ല പ്രവർത്തനങ്ങൾ, വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും അമേരിക്കയിൽ പോലും നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലും നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലും അവർ ഇന്ത്യക്കകത്തും ഡൽഹിയിലും ബാംഗ്ലൂരിലും പൂനെയിലും എല്ലാം അവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അത് അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അവർക്ക് ആ സമുദായക്കാർക്ക് ഒന്നിക്കാൻ, എല്ലാ സമുദായത്തിനും ഇതുപോലെ സംഘടനകളുണ്ട്. SNDPയുടെ ഉണ്ട്. പക്ഷേ SNDPക്കും കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ SNDP എന്ന് പേരിട്ട് തന്നെ അവരത് NSS കരയോഗം എന്ന് പറഞ്ഞുള്ള പേരിൽ തന്നെ അവരവിടെ പ്രവർത്തിക്കും. അത് ഈ രജിസ്ട്രേഷനുമായിട്ടൊരു ബന്ധമില്ല. അവർ വോട്ടവകാശം ഒന്നും വരുന്നില്ലല്ലോ. പക്ഷെ അവരെ അംഗീകരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് അംഗീകരിക്കണ്ടേ? കാരണം അവർ എന്തെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്യുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നായർ സംഘടന എന്ന പേരിൽ പ്രവർത്തിക്കുന്നു. അത് SNDPയിലുണ്ട്, എല്ലാ സംഘടനയ്ക്കും ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ഏകാധിപതികൾ തകരുകയും വീണ്ടും പല ഏകാധിപത്യ രാജ്യങ്ങളിലും അതെല്ലാം തകർന്ന ജനാധിപത്യവും കാര്യങ്ങളും വന്ന ചരിത്രം ലോകത്തുണ്ട്. ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചരിത്രം എല്ലാവർക്കും ബാധകമാണ്. അത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ അവിടുത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എവിടെയും അത്തരം തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തപ്പെടും. അത് പ്രകൃതി നിയമമാണ്, അത് ദൈവത്തിൻ്റെ നിയമമാണ്, അത് നടക്കും. ഒരാൾക്ക് എല്ലാ കാലവും ഇതിങ്ങനെ കയ്യിൽ വെച്ചിരിക്കാൻ പറ്റില്ല എന്നാണ്. അത് ഈ സോഡാ കുപ്പിയിൽ ഗോലി ഇട്ടാലേ പിന്നെ കുപ്പി പൊട്ടിച്ചാലേ എടുക്കാൻ പറ്റുമെന്ന് കൊണ്ട് പറയത്തില്ല. അതുപോലെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞില്ല. മുഖ്യമന്ത്രി VD സതീശൻ നിരന്തരം NSS ജനറൽ സെക്രട്ടറി ആക്ഷേപിക്കുന്നു എന്നുള്ള പരാതി. അല്ല, അങ്ങനെയൊന്നും ആക്ഷേപിക്കുന്നത്. ഞാൻ സതീശനുമായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞാണ്, സതീശൻ അങ്ങനെ ഒരിക്കലും NSSനെ അധിക്ഷേപിച്ചതായിട്ടോ NSS മോശമായിട്ട് പറഞ്ഞിട്ടോ ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ പണ്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് പേഴ്സണലി. അങ്ങനെ ഒരിക്കൽ പോലും അങ്ങനൊന്നും ഒരു സമുദായത്തെയും കളിയാക്കിയൊന്നും സംസാരിച്ചായിട്ട് എനിക്കറിയില്ല.